നമസ്കാരം. വിമാനാപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദ് സന്ദർശിക്കുകയാണ്. അദ്ദേഹം അല്പസമയം മുമ്പ് അഹമ്മദാബാദിൽ എത്തിച്ചേർന്നു. പ്രധാനമന്ത്രി തുടർന്ന് ഇനി അങ്ങോട്ട് ആശുപത്രി സന്ദർശിക്കും. അദ്ദേഹം അപകടം നടന്ന സ്ഥലവും സന്ദർശിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും പ്രഖ്യാപനം വന്നിട്ടില്ല. എങ്കിലും വിമാനത്താവളവും അതിൻ്റെ പരിസരങ്ങളുമൊക്കെ തന്നെ പ്രധാനമന്ത്രി സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ അദ്ദേഹം നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കും. ഒപ്പം മരണമടഞ്ഞവരുടെ ബന്ധുക്കളുമൊക്കെ തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി അവരോടൊക്കെ തന്നെ കാര്യങ്ങൾ വിശദമാക്കും എന്നാണ് കരുതപ്പെടുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യോമയാന മന്ത്രിയും എല്ലാം തന്നെ ഇന്നലെ അഹമ്മദാബാദിൽ എത്തിച്ചേർന്നിരുന്നു. അവരുടെ നേതൃത്വത്തിൽ അവിടെ മികച്ച ഏകോപനമാണ് നടക്കുന്നത്. ഗുജറാത്ത് സർക്കാരും വളരെ സജീവമായി തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ടായിരുന്നു. ഇനി പ്രധാനമായും ഇവിടെ ചെയ്യാനുള്ള ഒരു കാര്യം മരിച്ചവരെ തിരിച്ചറിയുക എന്നുള്ളതാണ്. പല മൃതദേഹങ്ങളും കത്തിക്കരിഞ്ഞു പോയ സാഹചര്യത്തിൽ DNA ടെസ്റ്റ് നടത്തിയായിരിക്കണം പലപ്പോഴും ഇനി അങ്ങോട്ട് ഇവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുക. അതിനായി അഹമ്മദാബാദിലെത്തിയിട്ടുള്ള ഇവരുടെ അടുത്ത ബന്ധുക്കളുടെ രക്തവും മറ്റും പരിശോധിച്ചതിന് ശേഷമായിരിക്കും DNA പരിശോധന നടത്തുക. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടവും മറ്റും നടത്തി ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകുക. മരണമടഞ്ഞവർക്ക് എയർ ഇന്ത്യ 1 കോടി രൂപ കഴിഞ്ഞ ദിവസം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും ദാരുണമായ വിമാനാപകടങ്ങളിൽ ഒന്നായി അഹമ്മദാബാദ് വിമാനാപകടം മാറുകയാണ്. വിമാനത്തിലുണ്ടായിരുന്ന 242 യാത്രക്കാരിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും കൊല്ലപ്പെടുകയായിരുന്നു. വിശ്വാസ് കുമാർ രമേശ് എന്ന ബ്രിട്ടനിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജൻ മാത്രമാണ് ഈ വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പ്രധാനമന്ത്രി ആശുപത്രിയിൽ എത്തുമ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കാനാണ് സാധ്യത. ഏതായാലും പ്രധാനമന്ത്രിയും കേന്ദ്ര മന്ത്രിസഭയും ഒക്കെ തന്നെ ഈ ഒരു വിമാനാപകടത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ്. ഇതേക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാലുടൻ തന്നെ ഇതിന്മേൽ നടപടി ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്ത് കാരണത്താലാണ് വിമാനം തകർന്നത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല.